ഉറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യരൊക്കെ ഈ പ്രപഞ്ചത്തിൽ അതിനെ തിരഞ്ഞിട്ടുണ്ടാവാം. ആ കൂട്ടത്തിൽ യേശുവിൻ്റെ കഥ തന്നെ എടുക്കുക. ഒരു പ്രത്യേക ഘട്ടത്തിൽ യേശുവിനെ പൈത്യക്കാരെന്ന് അവൻ്റെ കാലം വിളിക്കുന്നുണ്ട്. അവൻ്റെ കാലം ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. മറിയാക്കൊരു മകനുണ്ട്. പകൽ മുഴുവൻ കട്ടമരത്തിലിരുന്ന് ഇങ്ങനെ മുക്കൂരെ പഠിപ്പിക്കുന്നു. അവരെല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടന്ന് ആകാശത്ത് നോക്കി അപ്പ അപ്പ എന്ന് നിലവിളിക്കുന്നു. പൈത്യമാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിൽ തങ്ങളുടെ ഉറ്റവരെ തിരഞ്ഞവർ നിശ്ചയമായിട്ട് അവരുടെ കാലത്തിൽ പൈത്യക്കാരെന്ന് ഗണിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത്തരം മനുഷ്യരുടെ ആത്മാന്വേഷണങ്ങളെയാണ് നമ്മളിപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന പേരിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ആരോ ഒരാൾ നമ്മെ പൊതിഞ്ഞ് നമുക്ക് കാവലായി സാക്ഷിയായി ഉണ്ടെന്നുള്ള ബോധം ഒരാൾ കൂടെയുണ്ട്. ആന്തരിക ഭൂപടത്തെ രൂപപ്പെടുത്തിയ എല്ലാ ആചാര്യന്മാർക്കും ഉറ്റവരുടെ അസാന്നിധ്യമുണ്ടാക്കിയ നഷ്ടബോധമുണ്ട്. ആ നഷ്ടബോധത്തിൻ്റെ പരിഹാരം, ശമനം അവർ തിരഞ്ഞത് ഈ പ്രപഞ്ചത്തിലാണ്. അതാരും ആവട്ടെ, ഒരാൾ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് ഇന്ന് അല്ലെങ്കിൽ ഒരു കാലത്തും ഒരു മകനോ മകളോ തൻ്റെ അച്ഛനെ ഇന്നോളം കണ്ടിട്ടുമില്ല.